വളരെ പിച്ച വെച്ച് കാർ ഓടിച്ചു വരുന്നൊരു ഡ്രൈവറാണ് ഞാൻ. പിന്നെ വകയിൽ എൻ്റെ അനിയനാണെങ്കിലും കാറിൽ കയറി കഴിഞ്ഞാൽ ഒരു ആശാനുണ്ട്, വൈറ്റ്ലി നോൺ ആസ് ഭാസ്കരൻ ആശാൻ. ഇതുവരെ അവനില്ലാണ്ട് ഞാൻ കാർ ഓടിച്ചിട്ടില്ല. അങ്ങനെ ആശാൻ 2 ദിവസം ലീവ് എടുത്തപ്പോൾ വീരശൂര പരാക്രമിയായ എൻ്റെ പോരാളി എന്നോട് പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം, വാ പോവാം. ഞാൻ എവിടെ പോവാൻ? ഇതുവരെ ആശാന് ദക്ഷിണ വെക്കാണ്ട് ഞാൻ ആ കാർ എടുത്തിട്ട് പോലും ഇല്ല. എന്നാലും പോരാളിയുടെ വല്ലാത്ത കോൺഫിഡൻസിൽ ഞാൻ വീണുപോയി. ഞാൻ അതിന് മുതിർന്നു. സ്പീഡ് വേണ്ട, പാട്ട് വേണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഹൈവേ കയറി, ഗിയർ മാറി, വണ്ടി ഒന്ന് ചാടി. ഉമ്മി എന്നെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇട്ടതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ, കുഴപ്പമില്ല, മാറിക്കോളും. ഞാൻ വീണ്ടും ഗിയർ മാറി, വണ്ടി ചാടി, വീണ്ടും ഉമ്മി എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, ഇത്തവണയും പ്രശ്നമില്ല, ഇത് തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഇട്ടേൻ്റെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഉമ്മേനോട് പറഞ്ഞു, നിന്റെ ഈ പ്രതിഭാസങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നെ തൽക്കാലം ഒന്ന് വീട്ടിൽ കൊണ്ട് വിടാവുന്നു. അല്ലെങ്കിലും അങ്ങനെ വരും. 18 വയസ്സായപ്പോഴേ ആവേശം മുതൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്ത ആളാണ് ഞാൻ. പിറ്റേന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞ് ഞാൻ സൈഡായി. അങ്ങനെ അതൊന്ന് റിക്കവർ ചെയ്ത് വീണ്ടും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്കാണ് ഒരു മാരക എൻട്രി, കൊറോണ വൈറസ്. ഞാനും സംഘം ഒഴിച്ച് ബാക്കി വീട്ടിലെല്ലാവർക്കും കോവിഡായി. ഡ്രൈവിംഗ് സ്കൂൾ പൂട്ടി. അങ്ങനെ കാര്യങ്ങളൊക്കെ ഹൊററായി, ടെററായി. പിന്നെ എപ്പോഴൊക്കെയോ എനിക്ക് ലൈസൻസ് കിട്ടി, ഇപ്പം ഇങ്ങനെയൊക്കെ ഓടിക്കുന്നത്.